ഹായ്, വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുന്നത്, ഒരു ഡൊമൈൻ നെയിം എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നാണ്. നമ്മുടെ ഒരു ക്ലയന്റ് വന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഈ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് SEOയ്ക്കും നമ്മുടെ ഗൂഗിളിൽ റാങ്ക് ചെയ്യാനും ഒക്കെ എങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഡൊമൈൻ നെയിം എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത് ഡൊമൈൻ നെയിം എന്താണെന്നുള്ളതാണ്. ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ വെബ് സെർവറും ഒരു നെയിമും മേടിക്കും. ഈ നെയിം മേടിച്ചിട്ട് ഒരു വെബ് സെർവറിലേക്ക് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഈ നെയിമിലേക്ക് പോയിന്റ് ആവും. അപ്പൊ നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെബ്സൈറ്റ് ഷോ ചെയ്യും. അതൊരു വെബിലുള്ള ഒരു ക്ലൗഡ് സെർവറിലായിരിക്കും അത് കിടക്കുന്നത്, ആ ഫയൽസ് എല്ലാം. ആ ഫയൽ അപ്പോൾ ഈ നമ്മൾ പേര് ആ ബ്രൗസറിൽ ചെന്ന് അടിക്കുമ്പോൾ ആ ഫയലുകൾ എടുത്ത് ലോഡ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ആയിട്ട് യൂസറിന് ബ്രൗസറിൽ കാണാൻ പറ്റും. അതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്കൊരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാം, അതിന് എന്തൊക്കെ പാർട്ടുകളാണ് ഡൊമൈൻ നെയിമിന് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡൊമൈൻ നെയിമിന് മെയിൻലി 4 പാർട്ടാണുള്ളത്. ഒരു ഫസ്റ്റ് പാർട്ടാണ് പ്രോട്ടോകോൾ എന്ന് പറയും, HTTP എന്ന് പറയും. HTTP ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ഏതെങ്കിലും ഇപ്പം ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വെബ്സൈറ്റ് നോക്കി ഇതിന്റെ അഡ്രസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ അഡ്രസ് പറയുന്നുണ്ട്. ഇവിടെ HTTPS ഈ പറയുന്നത് എന്താണ്, ഇതാണ് പ്രോട്ടോകോൾ. ഈ ഫസ്റ്റ് കാണിക്കുന്നതാണ് പ്രോട്ടോകോൾ. അതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടത്. ഈ പ്രോട്ടോകോൾ HTTP എന്ന് പറയുന്നത് അത് 2 ടൈപ്പിലുണ്ട്. ഒന്ന് HTTP ഉണ്ട്, HTTPS ഉണ്ട്. അപ്പൊ ഈ HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂർ പ്രോട്ടോകോൾ ആയിരിക്കും. ഇതിന് പറയുന്നത് HTTPS ഉണ്ട്, അതിന് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. അതാണ് HTTP. അപ്പൊ ഇതൊരു പ്രോട്ടോകോൾ റൂൾ ആണെന്ന് കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ HTTPS പർച്ചേസ് ചെയ്യാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് SSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തായിട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ടാണ് എന്താണ്, സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. www. എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് സബ് ഡൊമൈൻ. നിങ്ങൾ ഇതൊന്നും അറിയേണ്ട, നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യം എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആകുമ്പോൾ ഒരു ഡൊമൈൻ നെയിമിന് എന്തൊക്കെ പാർട്ടാണുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ രണ്ടാമത്തെ പാർട്ടിന് പറയുന്നതാണ് സബ് ഡൊമൈൻ. ഈ www എന്ന് പറയുന്നതിനെയാണ് സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പം മൂന്നാമത്തെ പാർട്ടിന് പറയുന്നതാണ് ഡൊമൈൻ നെയിം. ഈ ഡൊമൈൻ നെയിമാണ് നമ്മൾ ആക്ച്വലി പർച്ചേസ് ചെയ്യുന്നത്. ഈ ഡൊമൈൻ നെയിം google.com. ഇതിന് പകരം നമ്മളിപ്പോ ഒരു നമ്മളൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരായിരിക്കും. ഒരു ABC എന്നാണെങ്കിൽ www.abc. അതിന് ABCക്ക് പറയുന്നതാണ് എന്താണ്, ഡൊമൈൻ നെയിം. അപ്പൊ ഈ ഗൂഗിൾ എന്ന് ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഗൂഗിൾ ആണ് ഡൊമൈൻ. ലാസ്റ്റ് പാർട്ടാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ TLD എന്ന് പറയും, .com. അപ്പൊ .com ഉണ്ട്, ഈ .in ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. .in ഉണ്ട്, .UK ഉണ്ട്, .US ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഈ ലാസ്റ്റ് പാർട്ട് ഇഷ്ടമുള്ളത് മേടിക്കുക. അതിനനുസരിച്ച് റേറ്റും വ്യത്യസ്തം. നമ്മൾ എപ്പോഴും മാക്സിമം .com തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്ത്യയിൽ മാത്രം ബിസിനസ് നടത്തുകയാണെങ്കിൽ .in കൂട്ടാം. അപ്പൊ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് അതിന്റെ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചറും കൂടെ നോക്കണം. ഈ ഫ്യൂച്ചറിൽ ഇവര് ഏതൊക്കെ ബിസിനസ്സിൽ ഏത് സ്ഥലത്തൊക്കെ ഇവര് വ്യാപിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഡൊമൈൻ നെയിം ആദ്യം തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ഒരു 4 പാർട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് പാർട്ടാണ് HTTP അല്ലെങ്കിൽ HTTPS എന്ന് പറയുന്നതാണ് പ്രോട്ടോകോൾ. രണ്ടാമത്തെ പാർട്ടിന് സബ് ഡൊമൈൻ എന്ന് പറയും. മൂന്നാമത്തെ പാർട്ടിന് എന്താ പറയുക, ഡൊമൈൻ നെയിം. ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നാലാമത്തെ പാർട്ടാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ TLD എന്ന് വെച്ചാൽ .com വേണോ .in വേണോ, ആ .com .in .US .gov എന്നൊക്കെ പറയത്തില്ല, .org ഇതൊക്കെയാണ് ടോപ്പ് ലെവൽ ഡൊമൈൻ TLD എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്താണ് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ്, അതായത് ഈ ഫസ്റ്റ് പാർട്ടിന് 2 ടൈപ്പ് ഉണ്ട്. HTTP ഉണ്ട്, HTTPS ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും HTTPS ഉള്ളത് വാങ്ങിക്കാൻ ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഗോഡാഡിയിലോ ഓസ്റ്റിംഗറിലോ ഒക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാവരും ഇപ്പൊ SSL സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക. SSL സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് സെക്യൂർ ആണെന്ന് നമ്മുടെ സെർച്ച് എഞ്ചിനെ മനസ്സിലാക്കി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. HTTP എന്താണ്, HTTPS എന്താണെന്നുള്ളതാണ്. നമ്മളപ്പോ ഈ HTTP പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന ഒരു ഡൊമൈൻ നെയിം അങ്ങനെയുള്ള ഒരു അഡ്രസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മേടിക്കുന്നതെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പാസ്വേഡ് നമ്മൾ അടിക്കാൻ ABC123. ഇത് ഈ ബ്രൗസർ വഴി അത് ട്രാൻസ്ഫർ ആവുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും, ABC123. അപ്പൊ ഒരു ഹാക്കർ നോക്കുകയാണെങ്കിൽ ഈ പാസ്വേഡ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാസ്വേഡ് ഈ ഹാക്കറിന് വിസിബിൾ ആണ്.
ഈ നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ആ ഒരു കുറച്ച് പ്രോഗ്രാമിംഗ് നോളജ് ഉള്ള ഒരാൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ പാസ്വേഡ് പാസ് ചെയ്യുന്നത് ഇന്നതാണ്, അതിന്റെ യൂസർ നെയിമും പാസ്വേഡും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതേസമയം HTTPS ആണ് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതിന്റെ അകത്തുണ്ടോ www.https www.sitepay.com എന്ന് പറയുമ്പോൾ അതിന്റെ പാസ്വേഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത്, അതൊരു എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്ഫർ ആവുന്നത്. എന്ന് വെച്ചാൽ HTTPS എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ, HTTPS എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, അത് എൻക്രിപ്ഷൻ നടത്തും. ഒരു കീ ഉപയോഗിച്ച് എൻക്രിപ്ഷൻ നടത്തിയതിനു ശേഷമായിരിക്കും ഇത് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ബാങ്കിന്റെ എല്ലാ HTTPS ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ അറിയാൻ പറ്റത്തില്ല, അതൊരു എൻക്രിപ്റ്റ് ചെയ്ത് ഒരു കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും പാസ്വേഡ് സെർവറിലോട്ട് വിടുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് അത് ഡീക്രിപ്റ്റ് ചെയ്തോളും. അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനുള്ള സംവിധാനം അതിന്റെ അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ HTTPS ഉള്ളതേ നമ്മുടെ ബ്രൗസർ ആയാലും പ്രൊട്ടക്ട് ചെയ്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ബ്രൗസറിൽ അങ്ങനെയുള്ള സൈറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതൊരു വാർണിംഗ് കാണിക്കും. നമ്മൾ ഇതായിട്ടുണ്ടോ വിസിറ്റിംഗ് അൺഓതറൈസ്ഡ് വെബ്സൈറ്റ് ഹാസ് ബീൻ പ്രിവെന്റഡ് എന്ന് വെച്ചാൽ ഇത് HTTP സൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇവിടെ കൊടുത്തിട്ട് വിഷ് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. ഇതിപ്പോ ഞാൻ കാസ്പെർസ്കിയുടെ ആന്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് വരും, മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ ഈ ഡീറ്റെയിലിൽ വന്നിട്ട് വിഷ് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ മാത്രമേ ഈ വെബ്സൈറ്റിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അൺസെക്യൂർ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കും. ചില വെബ് സെർവറിൽ ഇവിടെ ഇങ്ങനെ അൺസെക്യൂർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷനോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വരും, ഒരു റെഡ് കളറിൽ നോട്ട് സെക്യൂർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. ഇത് നമ്മൾ വിഷ് ടു കണ്ടിന്യൂ കൊടുത്താൽ മാത്രമേ ആ വെബ്സൈറ്റിലേക്ക് പോകത്തുള്ളൂ. ഇതാണ് HTTPയുടെ ഒരു പ്രശ്നം. HTTPS ആണെങ്കിൽ ആ പ്രോബ്ലം വരത്തില്ല, നമ്മൾ അടിക്കുമ്പോഴേ അങ്ങോട്ടേക്ക് തന്നെ പെട്ടെന്ന് തന്നെ റീഡയറക്റ്റ് ആയിട്ട് പോകും. ഇപ്പൊ എക്സാമ്പിൾ BBC ന്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ തന്നെ അതിലേക്ക് ലോഡാവും. ഇതെല്ലാം HTTPS ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രോട്ടോകോൾ HTTPS ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അൺസെക്യൂർഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ വന്നിട്ട് ഈ ബ്രൗസിംഗിന്റെ ഇവിടെ വന്നിട്ട് ഈ നെയിമിന്റെ അടുത്ത് വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ അഡ്രസ് കാണാനായിട്ട് പറ്റും ഈ ഡൊമൈനിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് അതിന്റെ അത് അറിയാൻ പറ്റും HTTP ആണോ HTTPS ആണോ. HTTP ആണ് ഈ വാർണിംഗ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ മിക്കവാറും എല്ലാവരും SSL സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡൊമൈൻ നെയിം നിങ്ങൾ HTTPS തന്നെ പർച്ചേസ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഇത് സബ് ഡൊമൈൻ www. എന്ന് പറയുന്ന സബ് ഡൊമൈൻ, ഇത് ഡൊമൈൻ. അപ്പൊ നമ്മളിപ്പം ഒരു വെബ്സൈറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ABC എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് വാങ്ങിക്കുന്നെങ്കിൽ ഇപ്പം www.abc.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ HTTPS തന്നെ മേടിക്കാൻ നമ്മൾ HTTPS മേടിക്കുക. അപ്പൊ ഈ ഇതാണ് സബ് ഡൊമൈൻ, ഇതാണ് ഡൊമൈൻ. ഈ നെയിമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ സബ് ഡൊമൈൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇനി ABC ഈ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അത് സബ് ഡൊമൈൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABC എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിന്റെ ഒരു ട്രാവലിംഗ് ടൂർസ് ആൻഡ് ട്രാവൽസും ഉണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഓൺലൈൻ സ്റ്റോറും ഉണ്ടെന്ന് വെക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇനി രണ്ട് സബ് ഡൊമൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒറ്റ ഡൊമൈൻ തന്നെ മതി. ഇതിന്റെ അകത്ത് ഒരു സബ് ഡൊമൈൻ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ നെയിം, ഈ നെയിം മാത്രം ABC എന്നുള്ളത് മാത്രം നമുക്ക് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ ഇനി നമുക്കൊരു പേജ് ഉണ്ടാക്കുക. ഈ വെബ്സൈറ്റിന്റെ നമ്മളൊരു പേജ് ഉണ്ടാക്കിയിട്ട് ഒരു പേജ് ഉണ്ടാക്കാണ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേജ് ഉണ്ടാക്കും. ഈ പേജിനെ നമുക്ക് ഒരു സബ് ഡൊമൈൻ ആയിട്ട് മാറ്റാം. അപ്പൊ എന്നിട്ട് നമുക്ക് അതിന് തന്നെ ഇവിടെ ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യും. ഇത് ഇവിടെ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ കൺട്രോൾ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് വാങ്ങിച്ച ഹോസ്റ്റിംഗിലാണെങ്കിൽ ഹോസ്റ്റിംഗിന്റെ കൺട്രോൾ പാനലുണ്ട്. അവിടെ പോയിട്ട് നമുക്കൊരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യും. ഏത് പേജാണ് പോയിന്റ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സബ് ഡൊമൈൻ അടിക്കുമ്പോൾ അതിലേക്ക് പോകും. സബ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റോർ .abc.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഓൺലൈൻ .abc.com എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇത് നേരെ നമ്മൾ ആ കൺട്രോൾ പാനലിൽ പോയി പറഞ്ഞേക്കുന്ന ആ ഇതിലേക്ക് പോകും. ആ സബ് ഡൊമൈനിലേക്ക് പോയിന്റ് ആവും. ആ പേജ് എടുത്ത് കാണിക്കും. കാരണം ഇപ്പൊ നമ്മുടെ ഗൂഗിളൊക്കെ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ എന്താണ്ട് google.com നമ്മൾ കൊടുത്തു.
google.com വന്നു. https google.com. ഇനി അവരെന്താ മെയിലിന് ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ mail.google.com എന്നാണ് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഗൂഗിൾ എന്ന് പറഞ്ഞ ഒറ്റ ഡൊമൈൻ നെയിം മതി. ഒരു സബ് ഡൊമൈൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന മെയിൽ. ഇവിടെ കൊടുക്കുമ്പോഴത്തെ എന്താ ജിമെയിലേക്ക് വോയിസ് ആണ്. കണ്ടോ, ഇത് ജിമെയിലേക്ക് തന്നെ ലോഡ് ആവും. ജിമെയിൽ ഇതുണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും mail.google.com. അപ്പൊ ഈ google.com എന്നുള്ളതാണ് ഇവരുടെ കറക്റ്റ് എന്താണ്, ഇവരുടെ കറക്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഈ മെയിൽ എന്ന് പറയുന്നത് സബ് ഡൊമൈൻ ആണ്. ഇതുപോലെ നമുക്കും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഈ ABC എന്ന് പറയുന്നത് നമ്മളൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടോ ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് ഓൺലൈൻ സ്റ്റോർ എന്നാക്കാം. എന്നിട്ട് അത് നമുക്ക് ഈ ഇതിന്റെ കൺട്രോൾ പാനലിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇപ്പൊ നമുക്ക് ഇവരും തന്നെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സബ് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ പേജ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു മെയിൽ ഡോട്ട്, ഇനി ഓരോരോ മാപ്സ് ഡോട്ട്, മാപ്പ് എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ മാപ്പ് ഡോട്ട്സ് എന്നായിരിക്കും വരുന്നത്. മെയിൽ നോക്കിയാൽ മതി നിങ്ങൾ. ഇതുപോലെ നമുക്കും ക്രിയേറ്റ് ചെയ്യാം. എത്ര സബ് ഡൊമൈൻ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് സപ്പോർട്ട് ചെയ്യുന്ന അത്രയും സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ സ്റ്റോർ ഡോട്ട് abc.com എന്ന് പറഞ്ഞ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമലി വരുന്ന എന്താണ്, ഇവിടെ സബ് ഡൊമൈൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ www അതാണ് സബ് ഡൊമൈൻ. www.google.com അല്ലെങ്കിൽ abc.com അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കേട്ടോ, www. ഇതിന് പകരം നമുക്ക് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അടുത്ത നമ്മൾ നോക്കുന്നത് ഇത് കേട്ടോ, ഈ വെബ്സൈറ്റിന്റെ പേര് നമ്മൾ ABC അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആക്ച്വലി ഒരു IP അഡ്രസ് ആണ് അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതിനെ ഒരു നെയിം വെച്ച് പോയിന്റ് ചെയ്യാണ്. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇപ്പം വീടിന് ഒരു വീട്ടു നമ്പറും കാണും, ഒരു പേരും കാണും അല്ലെ. അപ്പൊ ഈ വീട്ടു നമ്പർ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു വീട്ടു പേരിടും, ഒരു നെയിം ഇടും. ആ നെയിം വെച്ചിട്ടായിരിക്കും നമ്മുടെ നാട്ടിലെല്ലാം അറിയപ്പെടും. ഇന്ന വീടെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ വീട്ട് നമ്പർ വന്നാലും പറയാറില്ലല്ലോ, അത് ഓർത്ത് വെക്കാനും പാടാണ്. ഇന്ന നമ്പറിൽ ഇന്ന വീടെന്ന് പറയത്തില്ല. അതിന് പകരം ആ വീടിന്റെ പേരായിരിക്കും നമ്മൾ ഓർത്ത് വെച്ചാൽ, പോസ്റ്റ്മാൻ ആയാലും ആ വീടിന്റെ പേര് വെച്ചിട്ടായിരിക്കും ഓർത്ത് വെക്കുന്നത്. അപ്പൊ അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പുറകിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു IP അഡ്രസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അതിനെ ഇൻഡെക്സ് ചെയ്ത് ഒരു പേരിലേക്ക് മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അതിന്റെ പുറകിൽ നടക്കുന്നതാണ്, മനസ്സിലായോ? ഈ നമ്പർ അടിച്ചു കൊടുത്താലും നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും. ഈ പേര് അടിച്ചു കൊടുത്താലും നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടും. ഈ നമ്പർ അറിയാവുന്നുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺട്രോൾ പാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ് ഈക്വലന്റ് ആയിട്ടുള്ള IP അഡ്രസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൺട്രോൾ പാനലിൽ കയറി നോക്കുവാണെങ്കിൽ. അപ്പൊ ഈ ഡൊമൈൻ നെയിം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയല്ലോ. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഡൊമൈൻ നെയിം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കൊരു ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാവുന്നതാണ് അടുത്ത നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ കീവേഡ് പഠിച്ചല്ലോ, നമ്മളിപ്പോ കീവേഡ് റിസർച്ച് പഠിച്ചു. നമ്മൾ എക്സൽ ഷീറ്റ് എടുത്തിട്ട് 2 കീവേഡ്, മെയിൻ കീവേഡും സബ് കീവേഡും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്, റിസർച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിപ്പോ കണ്ടിട്ടില്ലാത്തൊരു പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കീവേഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കീവേഡുകൾ നമ്മൾ ഈ ഡൊമൈൻ നെയിമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റാങ്ക് ചെയ്ത് ടോപ്പിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഡൊമൈൻ നെയിം ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കീവേഡുകൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ എക്സാമ്പിൾ, നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഒരു കേരള ടൂറിസത്തിന്റെ ഒരു വെബ്സൈറ്റ് ആണ് ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പൊ നമ്മൾ എന്താണ്ട് കൊടുക്കുമ്പോഴത്തേന് ഓരോരുത്തരും ചൂസ് ചെയ്തേക്കുന്നുണ്ടോ, ഈ കേരള ടൂറിസത്തിന്റെ മെയിൻ ഓപ്പറേറ്റേഴ്സ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണോ കേരള ഹോളിഡേ പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള holidays.com. ഈ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ റാങ്കിങ് കൂടാനായിട്ടും നമ്മൾ ടോപ്പ് വരാനായിട്ട് ചാൻസ് കൂടുതൽ. ഇങ്ങനെ നമുക്ക് കേരള ടൂറിസം, കേരള ഹോളിഡേയ്സ്, ഇപ്പൊ അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആ കീവേഡുകളോട് ചേർത്തിടണം. ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം ആണെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം കൂടെ ചേർത്ത് ABC ട്രാവൽസ്, ABC ട്രാവൽ ആൻഡ് ടൂറിസം, ABC ഹോളിഡേയ്സ്, അങ്ങനെ നമ്മൾ പേര് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ആണ് ഇത് ഫൺ ഡേ ഹോളിഡേയ്സ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ കേരള ടൂറിസം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കേരളത്തിൽ മാത്രമേ ഓപ്പറേഷൻ നടത്താനായിട്ട് പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ടൂറിസം എന്ന് വെച്ചിട്ട് UK കാര്യങ്ങൾ ഈ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റാങ്ക് ചെയ്യാനും ഇതൊക്കെ പാടായിരിക്കും. ആ പേര് തന്നെ കേരളമുണ്ട്, പിന്നെ ആൾക്കാർ തുറന്ന് നോക്കാനും പാടായിരിക്കും. അപ്പൊ തന്നെ ഇവിടെ ഫൺ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ലോകത്തുള്ള എവിടത്തെ ടൂറിസം വേണമെങ്കിലും നമുക്ക് ഇടാനായിട്ട് വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്ത് അവർ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ക്ലയന്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്.
ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. ഇപ്പൊ നമ്മളായിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ തന്നെ കീവേഡൂടെ ചേർത്തിട്ടുള്ള ഒരു നെയിം ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റാങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് യുണീക്ക് ആയിരിക്കണം. ഈ നെയിം യുണീക്ക് ആയിരിക്കണം. എന്ന് വെച്ചാൽ മെമ്മറബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഫണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറബിൾ ആണ്, പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ഓർത്തിരിക്കും ഫണ്ടേ. അല്ലെങ്കിൽ ഏതാണ്ട് ഇവിടെ കേരള ടൂറിസം, ഇവിടെ കൊടുത്തിരിക്കുന്നത് കേരള ഹോളിഡേയ്സ്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്ത നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നമ്മൾ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്തു. ഈ ഒരു ബ്രാൻഡ് നെയിം നമുക്ക് അവൈലബിൾ ആണോ ഇല്ലയോ നോക്കാൻ. ഇപ്പൊ നമുക്ക് ഇവിടെ ഹോസ്റ്റിംഗർ ഉണ്ട്, എന്താണ് ബ്ലൂ ഹോസ്റ്റ് ഉണ്ട്, അതുപോലെ ഗോഡാഡി ഉണ്ട്. ഗോഡാഡി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗോഡാഡിയുടെ ഇത് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ അകത്ത് കയറിയിട്ട് നമുക്കിപ്പോ ഒരു ഇത് ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ അല്ലയോ അതിന്റെ പ്രൈസ് ഒക്കെ അറിയണമെങ്കിൽ ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഡൊമൈനിൽ ക്ലിക്ക് ചെയ്യുക, അപ്പൊ ഇവിടെ വരും. ഇതിന്റെ അകത്ത് നമ്മൾ കേരള ടൂറിസം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളും കിട്ടും. കാരണം kerala-tourism.com is already taken. ഓൾറെഡി ടേക്കൺ ആണ്. ഇനി അവൈലബിൾ ആയിട്ടുള്ളതിന്റെ കിട്ടും kerala-tourism.io. ഇതാണെങ്കിൽ ഇത്രയും രൂപയ്ക്ക് കിട്ടും. മാജിക്കൽ കേരള IO ഇതാണ് അതിന്റെ പ്രൈസ്. ഇതുണ്ടോ, ഓരോന്നിന്റെ പ്രൈസ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ 89 റുപ്പീസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ നമ്മൾ നേരെ 89 എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കസ്റ്റമറിനെ വിളിച്ച് പറയരുത്. കാര്യം ഇതിന്റെ അകത്ത് കുറെ തട്ടിപ്പുകളുണ്ട്. അതായത് 89 എന്ന് പറഞ്ഞാൽ 89 നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഇത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ആഡ് ടു കാർട്ട് കൊടുക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ളത്. ഇവിടെ കണ്ടോ, 1 ഇയർ ആണെങ്കിൽ 89 രൂപയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. 2 ഇയർ ആണെങ്കിലോ 4300. 3 ഇയർ കണ്ടോ, ഈ ഒരു റേറ്റ് വേണം. ഇവിടെ നിന്നുള്ള റേറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പൊ ഏതെടുത്താലും ഇപ്പം ഏതിന്റെ ഇവിടെ പോയി നമ്മളിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഒരു വെബ്സൈറ്റ് എടുക്കുന്നെങ്കിൽ അപ്പൊ അതിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറിനോട് പറയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ സെർച്ച് ചെയ്യണം നോക്കാം. ഇവിടെ കണ്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള.com 499 രൂപ ഫസ്റ്റ് ഇയർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ടാക്സും ഇതുമെല്ലാം ചേർന്ന ഒരു വാല്യൂ വേണം നമ്മൾ കസ്റ്റമറിനോട് പറയാൻ. നമ്മൾ നേരെ ഇത് കാണുമ്പോഴേ 499 കസ്റ്റമറിനോട് വിളിച്ച് പറയരുത്. അപ്പൊ ഈ ഡൊമൈൻ നെയിമിന്റെ പൈസ പ്രത്യേകവും പിന്നെ ഇതിന്റെ ഹോസ്റ്റിംഗിന്റെ പ്രൈസ് കൂടെ വരും. ഹോസ്റ്റിംഗ് ഇപ്പൊ നമ്മൾ അതിന്റെ നെയിം മാത്രമല്ലേ മേടിക്കുന്നുള്ളൂ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് പറയണം ക്ലൗഡിലൊരു സെർവർ സ്പേസ് കൂടെ മേടിച്ച് അതിൽ വേണം ഹോസ്റ്റ് ചെയ്യാൻ. അപ്പൊ അത് രണ്ടും കൂടെ പോയിന്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെയിമും മേടിക്കണം, അത് ഇടാനുള്ള സ്പേസും മേടിക്കണം. ഇതിന് രണ്ടിന്റെയുടെ പ്രൈസ് ചേർത്ത് അതിന്റെ ടാക്സ് കൂടെ ചേർത്തിട്ടേ ക്ലൈന്റിനോട് പറയാവുള്ളൂ. ഇപ്പൊ 1 ഇയർ സെലക്ട് ചെയ്യുമ്പോൾ 799 ആയി. നമ്മൾ അവിടെ കണ്ട 499 ആയിരുന്നു, ഇപ്പൊ 799 ആയി. കണ്ടോ, ഇതാണ് ഇതിന്റെ റേറ്റ്. ഇതിപ്പോ നമ്മൾ 3 വർഷത്തേക്ക് മേടിച്ചാൽ പെർ ഇയർ 499 രൂപ വെച്ച് കിട്ടത്തുള്ളൂ. കണ്ടോ, പ്ലസ് ടാക്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു റേറ്റ് നോക്കി ഇത് അവസാനത്തെ ഒരു ഫൈനൽ പ്രൈസ് ടാക്സും എല്ലാം കൂടെ നോക്കി ആ ഫൈനൽ പ്രൈസ് മാത്രമേ കസ്റ്റമറിനെ വിളിച്ച് നമ്മൾ ഇൻഫോം ചെയ്യാൻ പാടുള്ളൂ. നേരെ ഇവിടെ കാണുന്ന ഫസ്റ്റ് ഇവിടെ കാണുന്ന പ്രൈസ് വെച്ച് നോക്കരുത്. അതുപോലെ തന്നെ ബ്ലൂ ഹോസ്റ്റിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡൊമൈനിന്റെ അകത്ത് വരിക, വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കേരള ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ പ്രൈസിൽ ചെറിയ ചെറിയ വ്യത്യാസം കാണും. നമ്മൾ ഓരോന്നിലും ചിലപ്പോൾ ഓഫർ കാണും. അപ്പൊ ഒരു 2-3 ഫേമസ് ആയിട്ടുള്ള ഈ ഡൊമൈൻ നെയിം പ്രൊവൈഡറിന്റെ സൈറ്റിൽ നോക്കിയതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് .com മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ .in അങ്ങനെ നോക്കുക. .com ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചിലപ്പോൾ .in വേണ്ടുന്നവർ കാണും, ചിലപ്പോൾ .org വേണ്ടുന്നവർ കാണും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ കണ്ടോ 399. ഇത് നമ്മൾ കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് ഈ റേറ്റ് പറയാവുള്ളൂ. ടോട്ടൽ അപ്പൊ അവിടെ കാണിക്കും. നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും ടാക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ എമൗണ്ട് വരുന്നത്. ഗോഡാഡിയിലാണെങ്കിലും നമുക്ക് തന്നെ ഇവിടെ ഡൊമൈൻ നെയിമിൽ പോയിട്ട് സെർച്ച് ചെയ്തതിന് ശേഷമേ കുറെ ഡൊമൈൻ നെയിം എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമേ പറയാവുള്ളൂ. ആഡ് ചെയ്ത് നോക്കിയതിന് ശേഷമേ നമ്മളൊരു റേറ്റ് കസ്റ്റമറോട് പറയാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ നമ്മളിപ്പോ കേരള ടൂറിസം അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. എന്ന് വെച്ചാൽ ഇപ്പൊ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് .com
എന്ന് പറയുന്നതിന് ഒരുപാട് ഓൾട്ടർനേറ്റീവ് വരും. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡൊമൈൻ നെയിം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ്, ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് താഴേക്ക് വരും. അപ്പൊ ഈ ഇങ്ങനെ വരുന്നതിന്റെ അകത്ത് നമ്മൾ ഒരിക്കലും ഐഫൺ ഉള്ളതും ഈ ഐഫൺ ഇതാണ് കേട്ടോ brandname.com, ബ്രാൻഡ് ഐഫൺ നെയിം.com അല്ല _name.com അല്ലെങ്കിൽ ഒരു നമ്പർ ചേർത്ത് ഇതൊന്നും ഒരിക്കലും സെർച്ച് എടുക്കാതിരിക്കുക. നമ്മൾ ഇതൊന്നും ബൈ ചെയ്യരുത്. കാര്യം ഇതൊരു കസ്റ്റമറിനെ എൻട്രി ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പൊ നമ്മുടെ ഇതൊക്കെ കൂടുതൽ സ്കാംസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വെബ് അഡ്രസ്സുകൾ നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്ത് _ ഐഫണോ സ്പെഷ്യൽ ക്യാരക്ടർ ഈ ഉള്ള ഈ ഡൊമൈൻ നെയിംസ് നമ്മൾ സെലക്ട് ചെയ്യരുത്. അതുപോലെ നമ്പേഴ്സ് ഉള്ളതും മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതും നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക മാക്സിമം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ നമുക്ക് അവര് ഒരു നെയിം തെറ്റിച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് അവരുടെ സൈറ്റിലേക്ക് കയറും. എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വന്ന് ബ്രാൻഡ് നെയിം ടൈപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ബ്രാൻഡ് ഐഫൺ നെയിം ആണെങ്കിൽ അവർ ബ്രാൻഡ് നെയിമിന് കയറിയിട്ടുണ്ടെങ്കിൽ അതിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. കാര്യം അവർ ഐഫൺ അടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ സ്പെല്ലിംഗ് ഒരു ഇപ്പം മർച്ചന്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു എ കൂടെ ചേർത്ത് അവൈലബിൾ ആണെന്ന് കാണിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കുമ്പോഴും പ്രശ്നം വരും. കാര്യം ഇത് നമ്മൾ എടുക്കുമ്പോൾ ട്രാഫിക് വേറെ ഒരു സൈറ്റിലേക്ക് പോകും. കാര്യം നമ്മുടെ കസ്റ്റമർ എപ്പോഴും ഈ 2 A ഓർത്തിരിക്കത്തില്ല. അവർ കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. വേറൊരു വെബ്സൈറ്റിൽ പോകും, അവർക്ക് ബിസിനസ് കിട്ടും ചിലപ്പോൾ. അല്ലെങ്കിൽ ഈ കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റ് കാണുന്നില്ല, നമ്മളെ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെയുള്ള ഇതൊക്കെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അപ്പം ഒരു ബിസിനസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ ബിസിനസ് നെയിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുക ഈ വെബ്സൈറ്റ് കൂടെ നോക്കുക. നിങ്ങളുടെ വെബ്സൈറ്റ് കൂടെ ഉള്ള ഒരു നെയിം വേണം നിങ്ങളുടെ ബിസിനസ് അവര് അതേറാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. അവിടെ ഒരു നെയിം സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പെല്ലിംഗ് തെറ്റിച്ചുള്ള നെയിം മാക്സിമം ഒഴിവാക്കുക. ഇത് നമുക്ക് റാങ്കിങ്ങിനെ ബാധിക്കും, നമ്മുടെ ട്രാഫിക്കിനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. നമുക്ക് SEO ചെയ്യാനായിട്ട് വളരെ നെയിമുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പം വേറൊരു വെബ്സൈറ്റ്, വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വേറെ ബിസിനസ് ഇതേ നെയിമിലോ അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുള്ള നെയിമിലോ ഒക്കെ ഉള്ള നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ പല പ്രോബ്ലം ഉണ്ടാവും. 2 കമ്പനി വളരുകയാണെങ്കിൽ നമ്മൾ ആ ട്രേഡ് മാർക്കിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിൽ ഈ 2 ബ്രാൻഡിൽ തമ്മിൽ മാറിപ്പോകും. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടാനും അവരുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അത് കോൺഫ്ലിക്റ്റ് പിന്നെ അത് ലീഗലി ഇംപ്രൂവ് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ച്, അതായത് നമുക്ക് യൂണീക്ക് ആയിട്ടുള്ള നെയിം ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്ത് നല്ല ഒരു നമ്മുടെ കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്റെ സമ്മറി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിവതും നമ്മൾ .com സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിവതും ഷോർട്ടായിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് മെമ്മറബിൾ ആയിരിക്കണം. മിസ്പെല്ലിംഗ് ഒന്നും വരാത്ത രീതിയിൽ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ AA കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ അത് എടുക്കാതിരിക്കുക. അതുപോലെ നമ്പേഴ്സ് അവോയ്ഡ് ചെയ്യുക, ഐഫൺസ്, സ്പെഷ്യൽ ക്യാരക്ടർ ഇതെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ബ്രാൻഡുമായിട്ട് ചേർന്ന നമ്മുടെ ഒരു കീബോർഡോട് ചേർത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഡൊമൈൻ നെയിം വേണം സെലക്ട് ചെയ്യാനായിട്ട്. 1 or 2 ഈ സർവീസ് പ്രൊവൈഡറിന്റെ അത് കയറി നോക്കി ജസ്റ്റ് മാത്രം സെലക്ട് ചെയ്യാൻ. അതിന്റെ റേറ്റ് പറയുമ്പോഴും നമ്മൾ അത് കാർട്ടോട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ റേറ്റ് ടാക്സ് എല്ലാം ചേർത്ത് ഫൈനൽ റേറ്റ് ഡ്രോപ്പിംഗ് ചെയ്യുമ്പോൾ ഹോസ്റ്റിംഗിന്റെയും കൂടെ നോക്കി അത് ആ ഉള്ളിലേക്ക് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഹോസ്റ്റിംഗ് കൂടെ ചേർത്ത് ഫൈനൽ ആയിട്ടുള്ള എമൗണ്ട് വേണം ക്ലൈന്റിനോട് എപ്പോഴും പറയാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡൊമൈൻ നെയിം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ HTTP അത് നിങ്ങൾ വേറെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ആ ഡൊമൈൻ നെയിം പോയിട്ട് മുകളിൽ അഡ്രസ് ബാറിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഫുൾ അഡ്രസ് കാണാം. അതായത് HTTPS ആണോ HTTP ആണോ അതൊക്കെ നിങ്ങൾ ഇനിയുള്ള വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റിൽ കയറിയാലും അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് സോ മച്ച്.